നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ പ്രിയങ്കരനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തെ പോലെ താരത്തിന്റെ മക്കളോടും പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അവരുടേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. ഇപ്പോഴിതാ ശ്രീനിവാസനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ശാന്തിവിള ദിനേശ്. അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചപ്പോൾ ശ്രീനിവാസൻ കാണാൻ പോയില്ലെന്നാണ് ശാന്തിവിള ദിനേശ് ആരോപിക്കുന്നത്. ശ്രീനിവാസൻ മാത്രമല്ല, മക്കളായ ധ്യാനും വിനീതും പോലും പോയില്ലെന്നാണ് ശാന്തിവിള ദിനേശ് യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത്. 2 ആഴ്ച മുൻപ് ഒരു വാർത്ത കണ്ടു. PK രവീന്ദ്രൻ അന്തരിച്ചുവെന്ന്. നമ്മുടെ നടൻ ശ്രീനിവാസന്റെ ജ്യേഷ്ഠനാണ്. ഉണ്ണി മാസ്റ്ററുടെയും PK ലക്ഷ്മിയുടെയും മകനാണ്. ഭാര്യ ഭാനുമതി, സന്ദീപ്, സുമിത് എന്നീ 2 മക്കളുണ്ട്. സന്ദീപ് ചില തമിഴ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ശ്രീനിവാസനെ കൂടാതെ വനജയും രാജഗോപാലുമാണ് സഹോദരങ്ങൾ. ഒരുപാട് കാലമായി മദ്രാസിലാണ് താമസം. ഈ കഴിഞ്ഞ ജനുവരി 29-ന് അദ്ദേഹം മരിച്ചു. ശ്രീനിവാസന്റെ വളർച്ചയിൽ തുടക്കകാലത്ത് മോശമല്ലാത്ത സഹായങ്ങൾ ചെയ്ത മനുഷ്യനായിരുന്നു. ശ്രീനിവാസൻ എഴുതിയ ഗരീബി ഹട്ടാവോ എന്ന നാടകം പാർട്ടി നേതാവായ പാട്യം ഗോപാലന്റെ കയ്യിൽ കൊടുത്തത് രവീന്ദ്രനായിരുന്നു. ഉണ്ണി മാസ്റ്ററും ശ്രീനിവാസൻ ഒഴികെയുള്ള മക്കളെല്ലാം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇയാൾ ഇന്ന് ജനസംഘമോ മറ്റോ ആണ്. അതിനാൽ വിരുദ്ധ ചേരിയിലുള്ള ഇയാളെ കൊണ്ട് എഴുതിയാൽ ശരിയാകുമോ എന്ന് ഗോപാലൻ ചോദിച്ചിരുന്നു. ഞാൻ ഏറ്റു, അവൻ നന്നായി എഴുതുമെന്ന് രവീന്ദ്രനാണ് പറഞ്ഞത്. അവിടെ നിന്നൊക്കെ തെന്നിത്തെറിച്ചാണ് ശ്രീനിവാസൻ വേറെ ലോകത്തേക്കൊക്കെ പോയത്. എനിക്ക് സങ്കടം തോന്നിയ കാര്യം, ഇനി എത്ര വലിയ കലാകാരനെന്ന് ശ്രീനിവാസനെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ചേട്ടനല്ലേ മരിച്ചത്. അദ്ദേഹത്തിന് ഇപ്പോൾ അനാരോഗ്യമാണ്, ശരി. പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ റിസപ്ഷന് പോകാൻ അനാരോഗ്യം ഒരു പ്രശ്നമല്ല. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയായ ഹൃദയത്തിന്റെ നിർമ്മാതാവ് വൈശാഖിന്റെ കല്യാണത്തിന് തിരുവനന്തപുരത്തേക്ക് വരാനും അദ്ദേഹത്തിന് അനാരോഗ്യം പ്രശ്നമായിരുന്നില്ല. പക്ഷേ സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചിട്ട് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ മക്കളോ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഇനി എന്ത് ന്യായം പറഞ്ഞാലും അത് ശരിയല്ല. മദ്രാസിലായിരുന്ന സമയത്ത് സിനിമയിൽ തനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വേഷമെങ്കിലും വാങ്ങിത്താടാ എന്ന് രവീന്ദ്രൻ പറഞ്ഞിട്ടും ശ്രീനിവാസൻ വാങ്ങിക്കൊടുത്തില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകൻ സന്ദീപിന് വിനീത് സംവിധാനം ചെയ്ത സിനിമകളിൽ വേഷം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ടും ചെയ്തു കൊടുത്തില്ല. വളരെ വിഷമത്തോടെ PK രവീന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസൻ വളരെ ക്രിട്ടിക്കലായ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ അനുജനെ ഒന്ന് കാണാൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാണാൻ പറ്റില്ല, വരണ്ട എന്നാണ് വിമല ടീച്ചർ പറഞ്ഞത്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ വരണ്ട എന്ന് പറഞ്ഞിടത്ത് ഇടിച്ചു കയറി വരാൻ ഞാനില്ലെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. നല്ല മനുഷ്യനായിരുന്ന PK രവീന്ദ്രൻ വിശാലമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ധ്യാൻ പോലും തലശ്ശേരി വരെ പോകാൻ മനസ്സ് കാണിച്ചില്ല. കലാകാരന്മാരാകുമ്പോഴെങ്കിലും മനസ്സിത്തിരി വിശാലമാകണം. ശ്രീനിവാസനോ വിനീതോ ധ്യാനോ വിമല ടീച്ചറോ ആരും തന്നെ പോയില്ല. എന്ത് ന്യായം പറഞ്ഞാലും മോശമായി പോയി. സഹോദരനല്ലേ. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഇടിച്ചു കയറി പോകാൻ ഒരു മടിയും കണ്ടില്ല. അതിലും അവശനായിരിക്കെയാണ് തിരുവനന്തപുരത്തേക്ക് കല്യാണത്തിന് വന്നത്. അതിനൊന്നും അനാരോഗ്യം ഒരു പ്രശ്നമായിരുന്നില്ല. എങ്കിലും എനിക്ക് ശ്രീനിവാസനെ ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹം തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു.